മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് കാത്ത് VD സതീശൻ പക്ഷവും VDയുടെ വീടിന് മുൻപിൽ 100 കണക്കിന് പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ഉണ്ട്. അവിടെ നിന്നും പ്രശാന്ത്, നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് VDയുടെ വീട്ടിലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നിയുക്ത MLA-മാരൊക്കെ രാവിലെ മുതലേ തന്നെ അവിടെ ഉണ്ട്. എങ്ങനെയാണ് VD ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ഈ വീട്ടിലുണ്ട്. ഇത് പറവൂർ ദേശത്തുള്ള VD സതീശന്റെ വീടാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ ഇതിൽ കാണാൻ കഴിയുന്നത്. ഈ വീട്ടിൽ, അതായത് ഈ വീടിന്റെ ഇത് ഇപ്പോൾ നമ്മൾ 4-5 ദിവസമായി ഈ വീട്ടിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥിരമായി ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയല്ല ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വഴികളിൽ മുഴുവൻ വാഹനങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ നിരവധിയായ പ്രവർത്തകർ, അത് പറവൂരിൽ നിന്ന് വന്നവരുണ്ട്, ഒപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അങ്ങനെ പ്രവർത്തകരും നേതാക്കളും മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റുമാർ, അങ്ങനെ നിരവധി പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടുന്നൊക്കെയാണ് പ്രവർത്തകർ വരുന്നത്. അതായത് പലപ്പോഴും നമുക്ക് ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ആദ്യ ദിവസങ്ങളിൽ പ്രവർത്തകർ എത്തിയതെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല എറണാകുളം ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നുമൊക്കെ തന്നെ നിരവധിയായ പ്രവർത്തകർ രാവിലെ മുതൽ ഇവിടെ തമ്പെടുത്തിക്കണം. അവർ ഈ ഒരു ഒറ്റ നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ അവർ പലപ്പോഴായി അവരുടെ ഫ്ലെക്സുകളിലൊക്കെ തന്നെ അവർ നിരത്തി വെച്ചിരുന്നത് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ളതാണ്. ആ ഒരു കാത്തിരിപ്പിന് വേണ്ടി ഒരു നിമിഷമെന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പം ചില ആളുകൾ ചേരുന്നുണ്ട്. എവിടുന്നാണ് വരുന്നത്? മണ്ഡലം പ്രസിഡന്റ്. ഞങ്ങൾ പുത്തൻവേലിക്കര, സതീശൻ ചേട്ടന്റെ മണ്ഡലത്തിൽ നിന്നാണ്. പുത്തൻവേലിക്കര അത്യധികം ആവേശത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും CM പദവിയിൽ ജനങ്ങളുടെ ആവശ്യവും ഞങ്ങളുടെ ആവശ്യവും ഒരുമിച്ചിട്ടുള്ള തീരുമാനമാണ്. അതെന്തായാലും അത് പ്രാവർത്തികമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കുറച്ച് വൈകിയോ? ഒട്ടും വൈകിട്ടില്ല. അത് പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ചിട്ടവട്ട രീതികളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പോകുന്നതുകൊണ്ടാണ് ഈ സമയത്ത് അത് പ്രോസസ്സിംഗ്. ആവേശം എങ്ങനെയാണ്? ഇപ്പോ ഇത്രയും നാൾ അവിടെ MLA ആണ്, അവർ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായി മാറുമെന്നൊരു വിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ പുള്ളിയുടെ പ്രവർത്തനങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും അത്ഭുതം വരുന്നത്, ഞാൻ കൗണ്ടിങ്ങിന് കയറിയുള്ള ഒരാളാണ്. കൗണ്ടിങ് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം അത്ര തിരക്കുണ്ടെങ്കിലും ഓരോ മണ്ഡലം പ്രസിഡന്റുമാരെയും അദ്ദേഹം വിളിച്ചു എന്നുള്ളതാണ്. അതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്ന ആളാണ്. പിണറായി വിജയനെ അപേക്ഷിച്ചിടത്തോളം നോക്കൂ, ഒരു സെൽഫി പോലും എടുക്കാൻ പറ്റാത്ത അത്രയും, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ രീതികൾ. അതുകൊണ്ട് തന്നെ ഈ നാടിനെ ഏറ്റവും നല്ലതായിരിക്കും. ആ ഒരു തീരുമാനം തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. പ്രതീക്ഷകൾ പോടിയട്ടെ. ഇതാണ് പ്രവർത്തകർ. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ഇത് പറവൂര് VD സതീശന്റെ മണ്ഡലത്തിൽ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്ന് നിരവധിയായ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധിയായ പ്രവർത്തകർ പല മേഖലയിൽ നിന്ന് എത്തുന്നത് മാത്രമല്ല, ഇവരൊക്കെ തന്നെ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നിലയിൽ മികച്ച പ്രവർത്തനം നടത്തി പിന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇപ്പോൾ കാത്തിരിക്കുന്ന VD സതീശനെ കണ്ടുപോയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയൊരു ഇതിൽ തന്നെ വരുന്നു. എങ്ങനെയാണ്, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആലങ്ങാട് കളമശ്ശേരി നിയോജകമണ്ഡലമാണ്. എന്താണ് ഒരു പ്രതീക്ഷ? VD സതീശൻ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാണ്. അതാണ് പ്രതീക്ഷ. അത് ജനം മനസ്സറിഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നിത്തിരി വൈകിയാണെങ്കിലും അതിൻ്റെ പ്രഖ്യാപനം നടത്തും. അല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ മനസ്സതാണ്. ഇതിനോടകം തന്നെ അത് പുതിയുഗ യാത്ര മുതൽ, പുതിയുഗ യാത്ര, അതിനുശേഷം തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഈ വോട്ടെടുപ്പിന് ശേഷമുള്ള ഇന്ന് വരെയുള്ള ദിവസങ്ങൾ ജനങ്ങളെല്ലാം ബോധ്യപ്പെടുത്തേക്കുന്നത് അതാണ്. മറിച്ച് വലിയ വിജയമായിരുന്നു, വലിയ ആവേശവും ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള ആഘോഷത്തിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോയപ്പോൾ ഒരു മങ്ങൽ ഉണ്ടായിട്ടുണ്ടോ പ്രവർത്തകർ? ഇല്ല, കാരണം കോൺഗ്രസ് ഒരു വിശാല ജനാധിപത്യമുള്ള പാർട്ടിയാണ്. പിണറായി വിജയൻ ചെയ്യണ പോലെ ഒരു പോക്കറ്റിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ പറ്റില്ല. അപ്പോൾ ഒരു പ്രൊസീജിയറിൽ കൂടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അതിൽ ജനമനസ്സ് VD സതീശനാണെന്നുള്ളത് അവർക്കെല്ലാവർക്കും ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനം, ജനപക്ഷ തീരുമാനം ഇന്ന് വൈകിയാണെങ്കിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കും. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും എല്ലാവരും അംഗീകരിക്കാതെ പറ്റില്ലല്ലോ. പക്ഷേ ഹൈക്കമാൻഡ് ജനഹിതം അറിഞ്ഞ് തന്നെ തീരുമാനിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. എല്ലാവരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഞങ്ങളിവിടെ എല്ലാവരും ഇവിടെ ഉണ്ട്. ടീം UDF കഴിഞ്ഞ ബൈ ഇലക്ഷൻ മുതൽ ഈ സംവിധാനത്തെ UDF മുന്നോട്ട് നയിക്കുന്നത് VD സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് കേന്ദ്രം എടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ.
ഇതാണ് അശ്വതി. അതായത് സാധാരണ താഴെത്തട്ടുള്ള പ്രവർത്തകർ മുതൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി. അവരെല്ലാം തന്നെ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് ഇതുവരെ വി ഡി സതീശൻ മുന്നോട്ട് വെച്ച നിലപാടുകൾ, ഒപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം തന്നെ അംഗീകരിച്ചു. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ തകർന്നുപോയി താഴേക്ക് പോയിരുന്ന ഒരു UDF ഒറ്റക്കെട്ടായി ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് അതിന് ഏറ്റവും മികച്ച രീതിയിൽ ഈ സർക്കാരിന്റെ സംവിധാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വി ഡി സതീശന്റെ പ്രവർത്തനം തന്നെയാണ്. അതിന് അംഗീകാരം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അവർ നേരത്തെ അൺഫിൽഡ് KPC ആസ്ഥാനത്തുള്ളവരെ പ്രതികരണം എടുക്കുന്ന ആൾ കണ്ടതാണ്. അവിടെ അവർ പറഞ്ഞത് എന്താണ് ഹൈക്കമാൻഡ് തീരുമാനം, അത് പാർട്ടി എന്ന നിലയിൽ അവർ അംഗീകരിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതും ഇവിടെയോ അവർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും അവർ പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനം സതീഷിന് അനുകൂലമായിരിക്കും എന്ന് തന്നെയാണ്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഒരു കാത്തിരിപ്പാണ്. ഏതായാലും ഇവിടെയുള്ള നേതാക്കൾ പറയുന്ന ഒരു കണക്കനുസരിച്ചാണെങ്കിൽ 8 മണിയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരൊരു തീരുമാനം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അശ്വതി.